ഹലോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഓപ്പൺ ആക്കുകയും ചെയ്യരുത്, കാണുകയും ചെയ്യരുത്. ഇവൻ ഇത് ഓപ്പൺ ആക്കി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ചിട്ട് പോയിക്കോ, നിങ്ങൾ കാണണ്ട. ഓക്കെ, ഞാൻ പോകുന്ന വ്യക്തി വിദേശത്തൊന്നും അല്ല, നാട്ടിൽ തന്നെ ഉള്ളൊരു ക്രിമിനലാണ്. നല്ല അച്ഛനും അമ്മക്കും ജനിച്ച, നല്ല ഉമ്മക്കും ബാപ്പക്കും ജനിച്ച, നല്ല മാതാവിനും പിതാവിനും ജനിച്ച ഒരു മക്കളും ഒരു പെണ്ണിനും തെറി പറയൂല. പെണ്ണിനെ പോട്ടെ, ഒരു മനുഷ്യനും തെറി പറയൂല. സോ അത് അവരിലുള്ളൊരു പ്ലസ് പോയിന്റ് ആണ്, ഒരു ക്വാളിറ്റി ആണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. എൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വഞ്ചായിട്ട് തെറി പറയുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവരൊന്നെങ്കിൽ വല്ല ഡ്രഗിനോ ഡ്രിങ്ക്സിനോ അതിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാവും. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ചെയ്യാനും അവർ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. കമന്റ് ബോക്സിൽ വന്നിട്ട് ഘോര 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 ഭയങ്കര വൃത്തിയായിട്ട് കമന്റ് ഇടുന്നവരൊക്കെ ഇതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. മാന്യമായിട്ട് കഷ്ടപ്പെട്ടിട്ട് ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റുന്ന പെണ്ണിനെ ആയാലും ആണിനെ ആയാലും മെക്കിട്ട് കയറാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വെച്ച് കുടുംബം പോറ്റുന്ന മക്കളെ മേലിൽ നിങ്ങൾ കുതിര കയറാൻ പോകരുത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചിരുന്നു, കേട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഗേൾസിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ എറിയുന്ന കുറച്ച് ആളുകളുണ്ട്. ഓർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു മാന്യനും കൂടെ നമ്മളിവിടെ പൊളിച്ചെടുക്കുന്നത്. ഞാൻ കമന്റ് നിനക്ക് നിന്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ അല്ലല്ലോ, പിന്നെ നീ എത്ര കിടന്ന് കഴിക്കേണ്ട കാര്യം എന്തേ സത്യം പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. സംസാരിച്ചിട്ട് പോലും ആയിട്ടില്ല. ഇവിടുത്തെ റിയാക്ഷൻ ബ്ലോഗറൊക്കെ ഇവിടെ ഫസ്റ്റ് സെക്കൻഡിലല്ലോ ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇന്നത്തെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ. കുട്ടി ജീവിതം വഴിമുട്ടിയിട്ട് അത്രയും കഷ്ടപ്പാടുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മനെ അനിയത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് കുട്ടി കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് പോവാണ്. ഇതൊന്നും ഇത്ര നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം ഒന്നല്ല. അത്രയും കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ അത്രയും ദുരാവസ്ഥ അറിയുന്ന ഒരു കുട്ടി അങ്ങനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുട്ടി അത്രയും വിൽ പവറുള്ള കുട്ടി ആയതുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത്രയും പ്രതികരണശേഷിയുള്ള കുട്ടിയാണ്, പ്രതിരോധിക്കാൻ കഴിയുള്ള ഒരു കുട്ടിയാണ്. എന്ന് കുട്ടി മെന്റലി ഡൗൺ ആയെന്നും ആ കുട്ടിക്ക് ട്രോമ വരെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ കുറെ ആൾക്കാരെ ഇവന് സൈബർ ബുള്ളിങ് ചെയ്ത് കമന്റ് ഇട്ട് ആ കുട്ടീനെ അങ്ങോട്ട് തകർക്കാൻ നോക്കുകയാണ്. എന്ന് വെച്ചാൽ കുട്ടി തകരുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ നിങ്ങളുടെ ശ്രമം അടിപൊളിയായിട്ട് തകരുകയാണോ ചെയ്യുന്നത്? സോ ഇതിനൊക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മൂക്കത്ത് വിരൽ വെച്ച് പോകേണ്ട ഒരു അവസ്ഥ വരാൻ പോവാണ്. നമ്മൾ കുറെ ഹാഷ്ടാഗ് അടിച്ചിട്ടോ കുറെ കുട്ടീനെ ഫോട്ടോ ഇട്ടിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും കൂടെ നമ്മുടെ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഒന്ന് ഉണർത്തുന്നു. മാധ്യമങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? മരിച്ചതിന് ശേഷം അത് ന്യൂസ് ആക്കുക. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ കാണും, കുറെ ആൾക്കാർ വരും, കുറെ ആൾക്കാർ അതിൻ്റെ ഇടയിൽ കുറെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും, കുറെ ഹാഷ്ടാഗ് ഇടും. സോ അവർക്ക് കയറി പോകാൻ പറ്റും. മനസ്സിലായോ? പക്ഷെ ഒരു കുട്ടി അത്രയും വേദന അനുഭവിക്കുന്ന സമയത്ത് ഇവരൊക്കെ എവിടെ പോയി കിടക്കുന്നത്? ഇവരാരും എന്താ വാതുറക്കാത്തത്? അതൊക്കെ ചോദിക്കാനുള്ളത്. ഈ കുട്ടി ഇത്രയും പബ്ലിക്കിൽ വന്നിട്ട് ഈ കുട്ടി പറയുന്നുണ്ട്, ഈ കുട്ടീനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഈ കുട്ടി അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈവൻ അവർക്ക് സമയമില്ല അത്രേ. ഈ കുട്ടി കൊടുത്ത് കംപ്ലൈന്റ് എടുക്കാനോ അന്വേഷിക്കാനോ ഇതിനൊന്നും സമയമില്ല എന്നാണ് ആ കുട്ടിനോട് പറയാൻ. കുട്ടിക്ക് ഉണ്ടായ ഒരു ദുരാവസ്ഥയാണ് കേട്ടോ ആ കുട്ടി പറയുന്നത്. നാളെ നമുക്കും സംഭവിച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? ചിലക്ക് അവിഹിതം കേൾക്കാനും ഒളിച്ചോട്ടം കേൾക്കാനും എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. ഇവർക്കൊക്കെ ഇതിനൊരു പ്രത്യേക ഒരു ഇൻകൃതി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പോലെ. ഇങ്ങനത്തെ ആയിട്ടുള്ള മക്കളെ ഹെൽപ്പ് ചെയ്യാനോ അവരെ കാര്യം ചോദിക്കാനോ അവരെ കാര്യം കേൾക്കാനോ കാണാനോ അവർക്ക് സമയമില്ല. അവരൊക്കെ മറ്റതിന്റെ പിറകെയാണ്. ഈ കുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എനിക്ക് കുട്ടീനെ പേഴ്സണലി അറിയ പോലുമില്ല. എന്നിരുന്നാലും ആ കുട്ടീൻ്റെ ഒരു സംസാരം ആയിക്കോട്ടെ, ആ ഒരു ബോൾഡ്നെസ് ആയിക്കോട്ടെ, ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ബോൾഡ്നെസ് ഉള്ളൊരു കുട്ടി എന്ന് പറയുന്നത് സോ അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പ്രതിരോധിക്കുകയും ചെയ്യണം. നമ്മുടെ കൂടെ ആരും വേണ്ട. അപ്പോൾ ഈ കുട്ടീൻ്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് ആരും ഇല്ലേ വരാനെന്ന്. അപ്പോൾ കുട്ടി വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോക്കില്ല. ആദ്യം ആയാലും ഇപ്പോൾ ആയാലും ആരെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഒരു ആണ് ആ കുട്ടീൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കേസ് എടുക്കായിരുന്നോ? ഇവരത് മേ ബി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കുട്ടി അത്യാവശ്യം ഫിനാൻഷ്യലി കുറച്ചൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടിയായിരുന്നെന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ തുമ്പുമാലൊക്കെ എപ്പോഴോ പൊങ്ങിയിട്ടുണ്ടാവും. മേ ബി ഈ കുട്ടിക്ക് അച്ഛനില്ല എന്നാണ് പറയുന്നത്. ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ടാണോ? എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടീൻ്റെ കൂടെ. അതെന്താ നമ്മൾ ഗേൾസ് ഒറ്റയ്ക്ക് സ്റ്റേഷനിൽ കയറി എന്താ എത്ര വലിയ മോശത്തരം? ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിന്റെ പുറത്തല്ലേ ആ കുട്ടി കയറിയത്. അല്ലാണ്ട് ചുമ്മാ കയറി ചെല്ലാന് ഇതുമല്ല. എക്സാമ്പിൾ പറയട്ടെ, നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകുന്ന പോലാണോ? ആ ഒരു ലാഘവത്തോടെയാണോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവുക? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. അത് ഒരാൾ അങ്ങനെ ഒരു സംഭവം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ആരുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് സൈബർ കേസ് ആയതുകൊണ്ടാണോ? ഈ ക്രിമിനൽ കേസിന് മാത്രമേ ഉള്ളൂ?
പ്രതികരിക്കുക. അവർക്ക് എന്ത് പറ്റി, അവരെന്ത് ചെയ്തു, അതിനെ മാത്രം പ്രതികരിച്ചാലല്ലേ നിങ്ങൾ പറയുന്നില്ല. എന്റെ അമ്മേനെയും എന്റെ അനിയത്തിനെയും നിങ്ങൾ ഒന്ന് ആലോചിക്കണം. അവരെ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. ഞാൻ കേസ് കൊടുത്താൽ കേസ് ചിലപ്പോൾ നാളെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവൻ ആരാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ നാളെ ചത്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒക്കെ ഇരുന്ന് പ്രതികരിച്ചാൽ ഓക്കെ ശരി, ആ കുട്ടി മരിച്ചു, ഇങ്ങനെയുള്ള കമന്റ്സുകൾ വന്നിട്ട് ആ കുട്ടി മരിച്ചു, അത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ജീവനോട് ഉള്ളപ്പോഴാണ് നീതി വേണ്ടത്, അല്ലാതെ ചത്ത് കഴിഞ്ഞിട്ട് നീതി കിട്ടിയതോ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മളൊക്കെ മൂക്കത്ത് വിരല വെച്ച് പോകുന്നൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ കണ്ടു ജസീല എന്ന് പറയുന്ന കുട്ടി സൂസൈഡ് ചെയ്തത്. ഇവരൊക്കെ മരിച്ചിട്ടാണ് ഇതൊക്കെ തെളിയേണ്ടത്. ഈ കുട്ടി വളരെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഉത്തരം പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആ കുട്ടി ചോദിച്ചിട്ടുള്ളത്. മോശാടോ, നമ്മളോട് സിസ്റ്റമൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞിട്ട് പിന്നെ പറയാനുള്ളതാണ്. നമ്മുടെ നിയമമൊക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആവുകയാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കുരക്കുന്ന കുറച്ച് ചിരട്ടകളുണ്ടല്ലോ, ഇവരൊക്കെ ഈ കുരക്കൽ കുറച്ചൊന്ന് കുറയും. മീൻസ് അവൾ പെണ്ണല്ലേ, അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവൾക്ക് അച്ഛനില്ലല്ലോ, അവൾക്കും അവരില്ല, അവൾക്ക് ഇവരില്ല, അവളെ കൂടെ മറ്റവരില്ല. അവൾക്ക് ഇവരെ സ്വാധീനിച്ചിട്ട് അവളെ കേസ് സ്പീഡപ്പ് ആക്കാൻ കഴിയൂല. ഇതുകൊണ്ടാണോ ആ കുട്ടീനായിട്ട് ഇങ്ങനെ ആട്ടുന്നത്? മോശം. ഈ കുട്ടീൻ്റെ അമ്മനെയും സഹോദരനെയും കുട്ടീനെയൊക്കെ തെറി വിളിക്കാൻ അവർക്ക് ആരാ ലൈസൻസ് കൊടുത്തേ? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഇവർക്ക് എവിടെ നിന്ന് എത്ര ധൈര്യം വന്നത്? സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും ഈവൻ വോയിസ് റെക്കോർഡ് ആണെങ്കിലും കോളിലൂടെ ആണെങ്കിലും ഒരു പെണ്ണിനെ എന്ത് വിളിക്കാന്നാണോ പറയുന്നത്? ഇത്ര വലിയ അടിപൊളിയായിട്ടുള്ള കാര്യമാണോ? ഗോപാത്തുകളൊക്കെ കെട്ടിയിടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടീനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ കുട്ടീനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ്. കുട്ടീൻ്റെ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വൾഗറായിട്ടുള്ള രീതിയിലാണ് ഓരോ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഭയങ്കര നോർമലൈസ് ആണ്. ആ കുട്ടി അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത കുട്ടി അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് അതൊക്കെ സ്റ്റാറ്റസ് ഇട്ട് അതാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന, നമുക്കൊക്കെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടില് ഇങ്ങനെ പൂട്ടിയിരിക്കണോ? നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയണ്ടേ? ഇങ്ങനെ നടക്കുന്ന ഓരോ വൃത്തികെട്ട ഓരോ പരിപാടിക്ക് നമ്മൾ പ്രതികരിക്കണ്ടേ? താടിയുള്ള ഏതൊരു മനുഷ്യനും കേൾക്കുന്ന ഒരു സംഭവമാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ഈവൻ മെലിഞ്ഞ ഒരു മനുഷ്യനായാലും കേൾക്കുന്നത്. അതിൽ ജെൻഡർ ഒന്നുമില്ല, മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെലിഞ്ഞ ആളടുത്ത് പോയിട്ട് എന്താ ചോദിക്കുക, അയ്യോ നിങ്ങളെന്താ എത്ര മെലിഞ്ഞിരിക്കുന്നത്, എന്തെങ്ങനെ ഉണങ്ങി കമ്പ് പോലെ ഇരിക്കുന്നത്, തടിച്ചു വെച്ചിട്ട് നീ എന്തെങ്ങനെ തടിക്കുന്ന, ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യട്ടോ. ഈവൻ ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ജെനറ്റിക്കലി വല്ല ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല ഹെൽത്ത് പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലും ഈവൻ എന്തോ ആവാം. പക്ഷെ ഇതിനൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ബോഡി ഷെയിം ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇങ്ങനെ ഉള്ള അസുഖമുള്ള മനുഷ്യന്മാരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. നിങ്ങളെ ജഡ്ജ്മെന്റ് നിങ്ങളെ ഈ ബ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് കറുപ്പും വെളുപ്പും, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ. ഇത് കഴിയട്ടെ. അതിനൊന്നും നമുക്ക് ആരെടുത്തും പറയാനോ നമുക്ക് ആരെടുത്തും ചോദിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല, മനസ്സിലായോ? അവർ കറുപ്പാണോ, അത് അവരെ ജെനറ്റിക്കലി അങ്ങനെയാണ്, അവരെ അമ്മ അച്ഛൻ അവരെ പാരൻസ് അല്ലേ, അതങ്ങനെ അവർ വരുള്ളൂ. അവരൊരിക്കലും ഞാൻ എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല, അവരെ പോലെ ഒന്നും ആവില്ല. അവർ സാധാരണ ഈ പറമ്പത്തും മണ്ണിലും കളിച്ചും കൃഷി ചെയ്തും വന്ന ആ ഒരു പാരമ്പര്യമുള്ളവർ അവരങ്ങനെയല്ലേ വരുള്ളൂ. ഏസിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്കല്ലേ അവരുടേതായ ഒരു മാറ്റങ്ങളും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് വ്യത്യാസം. അല്ലെങ്കിൽ നീ എന്താ കറുത്തു പോയത്, നീ എന്താ എത്ര കളറുള്ളൂ, നീ എന്താ തടിച്ചു പോയത്, ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും ഒരു റൈറ്റും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ശരി പറയുന്ന നീനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, താൻ വീട്ടിൽ മാതാപിതാക്കളോടും ഇങ്ങനെയാണോ സംസാരിക്കൽ? താങ്കളുടെ കൂട്ടുകാരോടായാലും സംസാരിക്കൽ? എനിക്കറിയാത്തതോട് ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് ഒരുപാട് കുറവുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത അങ്ങനെയുള്ള കുറവുകളുള്ള മനുഷ്യന്മാരുണ്ട്. ഈവൻ ഈ തരി പറയുന്ന മാന്യനായ ആളെയും ഒരു സ്ത്രീയാണ് പ്രസവിച്ചിട്ടുള്ളത്, അല്ലാണ്ട് ഇത് കൊണ്ടേ മണ്ണിൽ കൊണ്ടേ വിത്തിട്ടിട്ട് മുളച്ചു വന്നതൊന്നല്ല. ഇത് അത്രയും ജന്മം തന്നിട്ടുള്ള, അതൊക്കെ ഭയങ്കര ഒരു റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എല്ലാ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് സ്ക്രീനിലൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് കേൾപ്പിക്കാം. കമന്റ് ഇടുന്ന നമ്പർ 1 കഴിവേറിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ സ്റ്റേജിൽ പുതിയതായ ഒരാൾ വരാൻ പോവാണ്. ഇതാണ് ആ ചേട്ടന്റെ അക്കൗണ്ട്. ജാൻമണി പോലെ ചേട്ടന് നല്ല കറുപ്പാന്നുള്ള, ചേട്ടന് നല്ല കഴപ്പാണ്. കഴപ്പനായ യദുചേട്ടന്റെ പ്രൊഫൈൽ ആദ്യം കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് മുഖം കാണിച്ചുള്ള പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ യദുചേട്ടൻ എന്നെ ഞെട്ടിച്ചളഞ്ഞു. അതുകൊണ്ട് എന്താ വീഡിയോ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയി. ഇതെന്നാണ് ആ കുട്ടി പറയുന്നത്. ആ മാന്യനായ വ്യക്തിയുടെ പേര് തുടങ്ങുന്നത് കുട്ടിയുടെ വീഡിയോന്റെ താഴെ വന്നിട്ട് ഇവൻ ചിട്ടതിന് ശേഷം നിന്റെ അമ്മ നിനക്ക് മന്തി ഒന്നുമില്ലല്ലോ മേടിച്ചു തന്നത്, പല പിടിച്ചിട്ടല്ലേ വളർന്നത്, അതിന്റെ കഴപ്പാണ് നീ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് യദുകഴപ്പന് മനസ്സിലായല്ലോ അല്ലേ? യദുകഴപ്പന്റെ പോലെ വേറെ കഴപ്പന്മാരുണ്ട് കേട്ടോ, 173 എണ്ണം ഉണ്ട്. അതിന് ലൈക്ക് അടിക്കാൻ അവർക്ക് ഒരേ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. ഈ കമന്റ് എന്താ എനിക്ക് മനസ്സിലായില്ല, മലയാളം തന്നെ അല്ലേ? നീ നിന്റെ വീട്ടിലുള്ള അമ്മേനെ പെങ്ങളൊക്കെ പുണ്ടച്ചിനാണ് വിളിക്കാറ്, എന്നാ അവരെ വിളിച്ചോട്ടെ, എന്നെ വിളിച്ചാൽ കണ്ണടിച്ച് ഞാൻ വിളിക്കും, മനസ്സിലാക്കുന്നു? ഞാനിപ്പോ തരാന്ന് പറഞ്ഞ ഐഡിയ നിനക്ക് പണ്ട് കിട്ടിയ ഈ നന്നായി പോയി. നിന്റെ ഒക്കെ കൂടെ അവർ ജീവിക്കുന്നുണ്ടല്ലോ, ഉള്ളിൽ എന്താ നോക്കാഞ്ഞിട്ട് ഒന്ന് പോയി ചത്തൂടാ നിനക്ക്. ഇനി ഇതിന്റെ താഴെ ഉറപ്പില്ലാതെ നീ വന്ന് കമന്റോ തെറിയോ അതെല്ലാം വിളിച്ചിട്ടുണ്ടെങ്കിൽ മോന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. യദുചേട്ടന്റെ മോന്റെ ഞാൻ തെക്കാത്ത ചുമരമായിട്ട് 2 വരെ കൂടെ വരയ്ക്കും കേട്ടോ. അപ്പൊ ബൈ. അത്രയും ബോൾഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള
വീഡിയോസ് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത്. പറയണം, എന്തിനാ ഇവന്റെ വായ കിടക്കുന്ന തെറി കേട്ടോണ്ടിരിക്കുക, ഇവനാണ് ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫുഡ് ഇവനാണ് കൊണ്ടേ കൊടുക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ഇവൻ ഫുഡ് വാങ്ങി കൊടുത്താൽ പോലും ആരും തെറി വിളിക്കാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. അടിപൊളിയായിട്ടാണ് അതിനുള്ള റീപ്ലൈ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആവണമെന്നില്ലല്ലോ. മറ്റു റോസിയതിന് ക്ഷമിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ നിനക്ക് ആദ്യമേ പ്രതികരിച്ചൂടായിരുന്നു വെച്ച ഫേക്ക് അക്കൗണ്ടുകൾ എന്ത് വെച്ചിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്? ഒരു ഫോട്ടോ ഇല്ല, സ്വന്തം പേര് പോലും ഇല്ല. പരിധി അടക്കുമ്പോൾ ഫേക്ക് അക്കൗണ്ട് ഫോട്ടോ ഇല്ല എന്ന് പറഞ്ഞ കാര്യം ഈ കമന്റ് കണ്ടതോടെ എവിടെ നിന്നാണ് എനിക്ക് ദേഷ്യം വന്നതെന്ന് അറിയത്തില്ല. സോ കേസ് കൊടുത്തേ പറ്റും ഞാൻ തീരുമാനിച്ചു. നാട്ടിൽ പോലല്ല ഞാനിപ്പോൾ ഉള്ളത്. വർക്ക് ചെയ്യുന്നത് ഫോട്ടോ വെച്ച് ആയതുകൊണ്ട് ഫോട്ടോ വെച്ച് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. ഈ കമന്റ്സുകളൊക്കെ അവരുടെ ഫോട്ടോ എടുത്തിട്ട് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിനക്ക് ഈ നാട്ടിലില്ല, നീ ഗൾഫിലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിന്റെ അമ്മേനെ കാണാൻ എനിക്കിട്ട കമന്റ് ഉണ്ടല്ലോ, നിങ്ങൾ തുറന്ന് വെച്ച് കൊടുത്ത് കാണിച്ചിട്ടാണ് ഇതിൽ ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുന്നത് ഞാൻ ചോദിച്ചിരിക്കും. എവിടെ വരുമോ നീ ചോദിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചില്ല ഒരു ബോർഡ്, അവിടെയാണ് കളി കൊടുക്കുന്നത്. നീ നേരിട്ട് വന്നാൽ വളരെ നല്ലത്. വട്ടത്തിലും നീളത്തിലും ഒക്കെ നമുക്ക് കളിച്ചിരുന്നത്. നീ തന്നെ കൂടെ ചെയ്യിപ്പിച്ചാണ്. നിന്നെ പോലെ പേര് കമന്റ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാനിട്ടല്ല. അതുപോലെ ഇങ്ങനെ ഇന്ത്യക്കാരെ വിട്ടില്ല ഈ ഒളിപ്പൂരിനോട് വരില്ല. നേർക്ക് നിർത്തക്കും എനിക്ക് ഞാനതെന്ന് അറിയത്തില്ല. നിങ്ങൾ നീ അറിയും. ഇതിൽ ഒരു കമന്റ് ഞാൻ അവർക്ക് വായിച്ച് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ആ കൈവരുത്ത് ഞാൻ മാത്രം എന്നാൽ മതി, അവരും കൂടി അറിയട്ടെ. അമ്മേനെ എന്റെ അനിയത്തിനെ എന്റെ മരിച്ചു അച്ഛനാണ് നീ പറഞ്ഞിരിക്കുന്നത്. ഇനി നിന്നെ വെറുതെ വിടത്തില്ല. എനിക്ക് ഇങ്ങനെ ഒരു മോശമില്ല, നീ കൂട്ടിക്ക് പുത്രാ ആയിട്ട് പറയുന്നുണ്ട്. ആ കുട്ടിന്റെ അച്ഛൻ മരിച്ചതാണ്, അമ്മ അനിയത്തിയാണുള്ളത്. ഇതൊക്കെയാണ് ഇവന് കമന്റോളി കമന്റ് ഇട്ടിട്ടുള്ളത്. തെറി ഫുള്ള് വിളിച്ചിട്ട് ഇവൻ പറയാത്ര അവനത് തമാശക്ക് വിളിച്ചതാണ്. തമാശക്കാരെങ്കിലും തെറി വിളിച്ചതായിട്ടുള്ള ചരിത്രം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ കേട്ടിട്ടില്ല. അതുപോലെയാണ് ലോകത്തുള്ള എല്ലാ സ്ത്രീകളെ അവനെ അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത് എന്നാണ്. അമ്മനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മകൻക്കായാലും ആർക്കായാലും അവിടെ ജെൻഡറൊന്നും ഇല്ല. നമുക്ക് ജെൻഡറേ ഇല്ല നമ്മുടെ വിഷയത്തിൽ. അങ്ങനെ വിളിക്കാൻ പറ്റൂല. ഒക്കെ പോയി മെക്കെട്ട് കയറുന്ന ബോയ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് രസമാവും. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാവും നിങ്ങൾ പോയി കമന്റ് ഇടുന്നതും തോന്നിയ തെറി വിളിക്കുന്നതും അവളെ അമ്മനെ പറയുന്നതും അവളെ അച്ഛനെ പറയുന്നതും അനിയത്തിനെ പറയുന്നതും ഒക്കെ. പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്കത് അനുഭവിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു കാര്യം. കർമ്മ ഇസ് ട്രൂ, മനസ്സിലായോ? അത് അനുഭവിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ കുട്ടി കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ജീവിച്ചു പോകുന്ന ഒരു കുട്ടീനെ വിട്ട് കളയി. അവൾ ജീവിക്കട്ടെ, അവളുടെ ലൈഫ് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോട്ടെ. നമ്മളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടത്. ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നമ്മൾ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് താഴെ കൊണ്ടിടുകയാണോ വേണ്ടത്? അല്ല, അവളും നമ്മളിൽ ഒരാളായിട്ട് അവളും ജീവിക്കട്ടെ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ആരുടെങ്കിലും ലൈഫ് തടഞ്ഞു വെക്കാൻ വല്ല റൈറ്റ്സും ഉണ്ടോ? നമുക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള എന്തെങ്കിലും ഇവൻ അധികാരം നമുക്ക് തന്നിട്ടുണ്ടോ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി? ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ ദൈവം എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ഈ ഒരു ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് എല്ലാവരും തുല്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആരും മെക്കെട്ടുക്കും പോയി കയറാനോ ആരും തെറി പറയാനോ അവരുടെ ലൈഫ് കുളന്തോണ്ടാനോ ഒന്നുമല്ല. ആരെയും കൊല്ലാനോ അല്ലെങ്കിൽ അത്രയും ഹെറാസ് ചെയ്യാനോ ഒന്നുമല്ല. അവരും ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് അവർ തിരഞ്ഞെടുത്ത് ജീവിക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ജീവിക്കാൻ വേണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അറിഞ്ഞു വളർന്ന മനുഷ്യർക്ക് ഇതൊന്നും കാണുമ്പോൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതിന് ഭയങ്കര എൻ്റെ ഫാദർ റിച്ച് ആണ്, അതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഏസിൻ്റെ ഉള്ളിലിരിക്കുന്നത് എനിക്ക് ചൂടെന്താണെന്നറിയില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. കഷ്ടപ്പാട് എന്താണ്, ജീവിതം എന്താണ്, ലൈഫിൽ സ്ട്രഗ്ലിങ് എന്താണെന്ന് അറിയുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. നിനക്ക് നിന്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ അല്ലല്ലോ, പിന്നെ നീ എത്ര കിടന്ന് കഴിക്കേണ്ട കാര്യം എന്താ? നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ഇവനെപ്പോലെ ഒരു സൈക്കോന കുട്ടി എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കുട്ടീന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അമ്മന്റെ മകളായതുകൊണ്ടാണ് ആ കുട്ടി അത്രയും സ്ട്രഗ്ലിങ്ങിലും ആ കുട്ടിക്ക് അധ്വാനിക്കണം, ജോലിക്ക് പോകണം, കുടുംബം നോക്കണം എന്നൊരു മനസ്സിലായത്. അല്ലാണ്ട് ഇവനെ പോലെ റെസ്പെക്ട് ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അവരത് ഒരിക്കലും അംഗീകരിച്ച് തരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ക്ഷമന്റെ എക്സ്ട്രീം ലെവൽ കയറി പോയിട്ടാണ് ഈ കുട്ടി കേസ് എന്ന് പറഞ്ഞൊരു സംഭവത്തേക്ക് പോയിട്ടുള്ളത്. എന്നിട്ട് ആ കുട്ടിക്ക് അവിടുന്ന് നോ റെസ്പോൺസ്. കുരു പൊട്ടുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഗേൾസ്, നമ്മുടെ അനിയത്തിമാരായിക്കോട്ടെ, നമ്മുടെ ചേച്ചിമാരായിക്കോട്ടെ, ഇവൻ ആരും ആയിക്കോട്ടെ, അവർക്ക് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ വായെന്ന് ഇത് കേൾക്കുമ്പോൾ ഇവരെന്താ ചിന്തിക്കുക? ഓക്കെ ഫൈൻ, ഇങ്ങനെ ചീത്ത പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഹാരാസ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു വിഭാഗത്തിന് ഇവരെടുത്ത് വെറുപ്പ് വരും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ പ്രതികരിക്കും, പ്രതിരോധിക്കും, സ്വയം അഭിപ്രായം വന്ന് പറയുകയും ചെയ്യുന്നവരെ അവർക്ക് ഹെഡ്ലൈൻ വെച്ചിട്ട് അവരെ വിളിക്കും എന്ത്? ഫെമിനിസ്റ്റുകൾ. വേറെ ഒരുപാട് പേരുകളുണ്ട്. ഇതെല്ലാം അവരങ്ങോട്ട് ചാർത്തി കൊടുക്കുന്നതാണ്. വിരോധികളുണ്ടാവും. അതായത് അവർ മൈൻഡിൽ ഫുൾ ട്രോമാസ് ആവും. ഈവൻ ആണുങ്ങളെടുത്തുനിന്ന് അവർക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കാരണം കൊണ്ടുള്ള ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ അവരെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആണുങ്ങൾ ഇഷ്ടമല്ല, മീൻസ് അവർക്ക് സിംഗിൾ ലൈഫാണ് ഇഷ്ടം എന്നൊക്കെ ചൂസ് ചെയ്ത് പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ലോകത്ത്. അപ്പോൾ ഇങ്ങനെ ഉള്ള സൈക്കോപാത്തുകൾ എടുത്തുനിന്ന് ലൈഫിൽ നമുക്ക് കിട്ടുന്ന ട്രോമാസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അതൊക്കെ. അതിൽ നമ്മൾ അവരെ ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിനെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവഹേളിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള സൈക്കോകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരും ഇവിടെ വേണമല്ലോ. ഇവര് നിർത്തൂല. ഇവരങ്ങനെ നമ്മൾ വിട്ടാലും ഇവര് നമ്മൾ പിന്നാലെ വരും, പിന്തുടർന്നു കൊണ്ടുവരും. വല്ല പൈസ കടം മേടിച്ച പോലെയാണ്. ഇവര് പിന്തുടർന്ന് അങ്ങോട്ട് വരും. നമ്മളെ മാക്സിമം മെന്റലി എങ്ങനെ തകർക്കാമെന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവർ അതിനുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര ബാക്ക് സപ്പോർട്ട് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതും ഇങ്ങനെയുള്ള സൈക്കോകൾക്ക് ഉള്ള ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ നമ്മൾ പൂവിട്ട് പൂജിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഉള്ള ക്രിമിനൽസും
ഇങ്ങനെയുള്ള കുറച്ച് അലവലാതികളും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരാവസ്ഥ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുന്ന ട്രോമ കയറുന്ന ഗേൾസിന് ആണുങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ആ ഒരു അവരങ്ങോട്ട് ജനറലൈസ് ചെയ്യും, മനസ്സിലായി. അതതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇങ്ങനെയുള്ള ഭയങ്കര വേദനയും കയ്പും പെയിനും ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവൻ കല്യാണം കഴിച്ചിട്ട് ഇവന്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് നിൽക്കുക, ജീവിക്കലെങ്ങനെ ഇങ്ങനെയുള്ള സൈക്കോപാത്തിന്റെ കൂടെ? കുറച്ചും കൂടെ ഒക്കെ ഒരു ഉത്തരവാദിത്തം ആവാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കുട്ടി കംപ്ലൈന്റ് കൊടുത്തുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് കൊടുത്തുള്ളത്, അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്. കാരണം ഈ കുട്ടി നാട്ടിലല്ല, ഈ കുട്ടി കൊച്ചിയിലാണുള്ളത്. എന്നിട്ടും ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് പോലും നാണക്കേടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവനൊന്നും വെച്ചോണ്ടിരിക്കരുത് എന്നൊക്കെ പറയാനുള്ളത്. ഇവനൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇവനെ പോലെയുള്ള ഒരുപാട് സൈക്കോകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ അവരൊക്കെ കെട്ടിപ്പൂട്ടി ഇടേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ കൂടിക്കൂടി വരുന്നത്. പെണ്ണെന്ന് പറയുന്നതും നിങ്ങളെ ജീവിതകാലം ഫുള്ള് സഹിക്കാനും ക്ഷമിക്കാനും, അവളെ എന്ത് ചെയ്താലും ഈവൻ തെറി വിളിച്ചാലും അടിച്ചാലും അവള് ഒരിക്കലും പ്രതികരിക്കൂല അല്ലെങ്കിൽ പ്രതിരോധിക്കൂല എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻറ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ ഒരു തോന്നലാണ്, മനസ്സിലായോ? ഒരു പെണ്ണ് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാണ്ടല്ലോ ഇതിൽ തുണി ഇട്ട് നടക്കേണ്ടി വരും, മനസ്സിലായോ? അത്രയും ആ കുട്ടി ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അച്ഛനക്കും അമ്മക്കും ഉണ്ടായ ഒരു കുട്ടി ആയതുകൊണ്ടാണ്. അല്ലാത്തവർക്ക് അത്ര ക്ഷമ വരൂല, അവർ സ്പോട്ടിന് പ്രതികരിക്കും. ആ ഒരു കാര്യം ഞാൻ ഭയങ്കര കുട്ടീൻ്റെ അടുത്ത് കുട്ടിയുടെ അമ്മൻ്റെ അടുത്തും ഒക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഒരിക്കലും തളരരുത്. കാരണം ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അഭിമാനമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ പ്രതികരണശേഷിയും പ്രതിരോധ ശേഷിയും ഒക്കെ ഉള്ള ഗേൾസ് ഉണ്ടല്ലോ, ഇവരൊക്കെ അഭിമാനമാണ്. ആ അമ്മയും അച്ഛനും സഹോദരിക്കും അഭിമാനിക്കാം, എനിക്കിങ്ങനെ ഒരു ചേച്ചി ഉണ്ടല്ലോ എന്നുള്ളത്. അതാണ് ആ കോൺഫിഡൻറ്റ്. അത് നല്ലൊരു അമ്മക്കും അച്ഛനും ഉണ്ടായ ഒരു കോൺഫിഡൻ്റ് ആണ്. ഇവനെ പോലെ തെറി വിളിക്കുന്ന ഒരു കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ, അത് വേറെ. അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ വേണം, പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കാൻ വേണം. നമ്മൾ പ്രതിരോധിച്ചെന്ന് വെച്ചിട്ട് ആരും നമ്മളെ തലമ കയറിയിട്ട് ഇരിക്കൂല, മനസ്സിലായി? ആരും നമ്മളെ തലയിൽ കയറ്റി ഇരുത്താണ്ടിരിക്കുക. പ്രതികരിക്കേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കുക, പ്രതിരോധിക്കേണ്ട കാര്യങ്ങൾ പ്രതിരോധിക്കുക. അതെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. പുറത്തുള്ളവർ അതിനെ അഹങ്കാരിന്നോ അല്ലെങ്കിൽ അവർക്ക് കുറേ പേരൊക്കെ ഇട്ട് വിളിക്കാൻ ഇഷ്ടംപോലെ പേരുകളുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ബോൾഡ് ആയിട്ടിരിക്കുക, കേസിന്റെ പിന്നാലെ തന്നെ പോകണം. എന്നിട്ട് ഇവനെ പോലെയുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യാം. എക്സ്ക്യൂസ് കൊടുത്ത് അല്ലെങ്കിൽ ഈ കുട്ടി ഇതിന് പിന്മാറിയാൽ ഇവർക്ക് അത് കൂടുതൽ ബൂസ്റ്റിംഗ് ആണ്. ഇവർക്ക് കൂടുതലായിട്ട് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു സാധനം കിട്ടുകയാണ്. അവന് ഇപ്പൊ ഇന്ന് ഈ കുട്ടീനാണെങ്കിൽ നാളെ വേറെ കുട്ടീനെ, നാളെ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ ഇവർ ഇതേപോലെ ഹരാസ് ചെയ്യും. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ദുരാവസ്ഥ വരുമ്പോഴേ നമുക്കൊക്കെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനുള്ള ആ ഒരു ഗട്സ് വരുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. ഈ നമ്മുടെ ലോകത്ത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിന്റെ കൂടെ നിന്നിട്ട് അവർക്ക് നമ്മൾ ഉപദ്രവമല്ല ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം നമ്മൾ ചെയ്തു കൊടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഈവൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരാണെന്ന്. UK-ലുള്ള ആൾ ദുബായിൽ വന്ന് ദുബായിലുള്ള ആൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അവൻ ആ ഉടായ്പാണെന്നുള്ളത് അവൻ സംസാരത്തിൽ തന്നെ അറിയാൻ പറ്റും. കാരണം അവൻ ഇന്റർവ്യൂ കണ്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ വരാം എറണാകുളത്തേക്ക്, എന്നിട്ട് നമുക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതാണ് അവന് വരില്ല എന്നൊക്കെ ഉള്ളത്. പിന്നീട് ആ കുട്ടീൻ്റെ സ്റ്റോറിയിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം, അതായത് 2ാമത്തെ ദിവസം ലീവ് വാങ്ങിയിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവന് എത്തിയിട്ടില്ല എന്നൊക്കെയാണ്. ഞാൻ ആ കാര്യം അതാണ് എത്തിയിട്ടില്ലാന്ന്, എവിടെ വരാമെന്ന് പറഞ്ഞ ആൾ വന്നില്ലല്ലോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ. ഒരു കാര്യം പറയട്ടെ, ചെയ്ത തെറ്റ് ഏറ്റെടുത്തിട്ട് ഇപ്പൊ ആ വേദനിച്ച ആളെ മുന്നിൽ പോയിട്ട് ക്ഷമ പറയാനുള്ള ഗഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അത് ആണെന്ന് പറയുന്ന വർഗത്തിനെ പോലും അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്ത്രീകളെ തെറി വിളിക്കുന്നതും അടിക്കുന്നതും തൊഴിക്കുന്നതൊന്നും അത്ര വലിയ അടിപൊളിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ സഹിച്ചു നിൽക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ഇറങ്ങി വാ. നിങ്ങൾക്ക് ലൈഫ് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുക. എന്തിനാ ഇവന്മാരെ പോലുള്ള സൈക്കോകളെ സഹിക്കണം? നിങ്ങൾ ക്ഷമിക്കണം, ഒരു പരിധി വരെയൊക്കെ ക്ഷമിക്കണം. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചാൻസ് 2 ചാൻസ് നിങ്ങൾ കൊടുത്തു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ സൈക്കോകൾക്ക് ചാൻസ് കൊടുക്കരുത്. അത് നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള ലൈഫ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വേഗം അതിന് എസ്കേപ്പ് അടിച്ചോ, വേഗം ഇറങ്ങിക്കോ. അതല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ മുന്നോട്ട് ലൈഫ് കിടക്കുന്നുണ്ട്. ഒരിക്കലും വീണ്ടും ഞാൻ പറയാണ്, സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം നമ്മൾ മരിച്ചിട്ട് അവരങ്ങനെ സന്തോഷം ജീവിക്കാൻ അയക്കണ്ട. നമ്മൾ അവരെ മുന്നിൽ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ കുട്ടിക്ക് 20 years ഉള്ളൂ. പക്ഷേ ഈ കുട്ടി ജോബിന് വേണ്ടിയിട്ടാണ് എറണാകുളത്തേക്ക് വന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇന്റർവ്യൂ ലേറ്റസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടിൻ്റെ ജോലി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ഒരു കുരുത്തം കെട്ടവൻ തന്നെയാണെന്ന്. അറിയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ആരും നമ്മൾ ബോധിപ്പിക്കേണ്ട. പക്ഷേ ഒരാളെ ലൈഫിൽ നമ്മൾ വേദന കൊടുക്കാണ്ടിരിക്കുക. അത് നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴേ അത് അത്ര വലിയ അടിപൊളിയൊന്നും ആവില്ല. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ആ കുട്ടീൻ്റെ ട്രോമയിൽ കടന്നു പോകുന്ന സമയത്ത് മൈൻഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളതും ഗെറ്റഡേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ ആ കുട്ടി ആ വീഡിയോ ചെയ്ത കുട്ടി സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യാണ്ടിരിക്കുക. പലരും പലരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാവാം സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സംഭവം തിരഞ്ഞെടുക്കുന്നത്. അത് അവരുടെ ചോയ്സാണ്. അതിൽ ആരും ചൊറിഞ്ഞിട്ടും ഇതാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ള മക്കളെ പോയി ചൊറിയാൻ നിന്നാൽ വെറുതെ വിടൂല. കാരണം മാറ്റി കയ്യിൽ തന്നിട്ട് ഇങ്ങനെയുള്ള മക്കൾ പോവുള്ളൂ എന്നുള്ള കാര്യം ആരെയും നിങ്ങൾ പുറത്തു നിന്ന് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഒരു മനുഷ്യനെ കുറിച്ച് അറിയാണ്ട് ആരെയും
ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ ആരും നിങ്ങൾ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ആരും ചെറുതും അല്ല, ആരും ആരെക്കാളും വലുതും അല്ല. അവർക്ക് വേണ്ട ക്വാളിറ്റീസും എല്ലാം അവർക്കുണ്ട്. സോ അതൊരു ബോഡി ഷെയിമിലൂടെയോ അല്ലെങ്കിൽ ഒരു കളറിന്റെ ഒരു ഇതിലൂടെ അല്ലെങ്കിൽ ജെൻഡർ ബേസിലൂടെയോ ആരും തകർക്കാൻ പറ്റുന്നുള്ള ആ ഒരു ഭയങ്കരമായ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ, അതൊക്കെ വെറുതെയാണ്. അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. പക്ഷെ ആ കുട്ടി അതൊക്കെ അതിജീവിച്ച് വരുന്നതാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ